മുഖ്യമന്ത്രി പിണറായി വിജയനെ സാധാരണ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് വളരെ കാർക്കശ്യക്കാരനായ കടക്കുപുറത്ത് എന്നൊക്കെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു ഭരണാധികാരിയായിട്ടാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ മാത്രമല്ല, വളരെ വിശാല ഹൃദയനാണ് എന്ന് തെളിയിക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ 2024 ലോക്സഭാ റിസൾട്ട് പുറത്തേക്ക് വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ തിരിച്ചടി വളരെ അന്താളിപ്പിലായി പോയ CPM ഒക്കെ കൂലങ്കഷമായി അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അതിനുശേഷം തോൽവിയുടെ കാരണങ്ങളൊക്കെ അവർ കണ്ടെത്തുകയും ചെയ്തു. പകുതി അവർ പുറത്ത് പറഞ്ഞിട്ടില്ല, പകുതിയോളം വന്ന് അവർ പുറത്ത് പറഞ്ഞു. അത് ഈഴവ വോട്ട് ബാങ്കിൽ നിന്നുണ്ടായ ചോർച്ചയാണെന്നും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ചില മണ്ഡലങ്ങളിൽ BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുമൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും ഒട്ടും ആശങ്കകളില്ലാതെ നിൽക്കുന്ന, ബോഡി ലാംഗ്വേജൊക്കെ ശ്രദ്ധിച്ചാൽ ഒട്ടും ആശങ്കകളില്ലാതെ നിൽക്കുന്ന ഏക CPM നേതാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ ഞങ്ങൾക്കല്ല വലിയ കുഴപ്പം പറ്റിയത് കോൺഗ്രസ്സിനാണ്, കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇത്ര കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോട് പ്രസംഗിക്കുകയും യഥാർത്ഥത്തിൽ തോറ്റത് കോൺഗ്രസ് ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്ന ലെവലിൽ ഗംഭീരമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടിയെക്കുറിച്ച് കഠിനമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചേക്കാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ ഞെട്ടിയേക്കാണ്. കാരണം അവർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയങ്ങളാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് എവിടെ നിന്ന് ഈ വോട്ട് വന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. സത്യത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഇത് പലപ്പോഴും കൃത്യമായി ഒന്ന് പരിശോധിക്കേണ്ടതാണ്, ഇത് എങ്ങനെ വോട്ട് കിട്ടിയെന്നുള്ളത്. അതിൽ കോൺഗ്രസ് പരിശോധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പരിശോധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വളരെ തൊട്ട് മുമ്പ് തന്നെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലാണത്. അത് നടത്തിയത് ഇത് ഞങ്ങളുടെ ഒരു സംഘടനാ മികവ് കൊണ്ടോ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടോ കിട്ടിയതല്ല, പകരം ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ടാണ് 20 സീറ്റും കിട്ടും എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ഞെട്ടിപ്പോയത് വീണ്ടും മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അതുപോലെ തന്നെ അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലുമൊക്കെ മത്സരിക്കുമ്പോൾ ഇവരൊരു പൊന്നാനിയിലൊക്കെ അത്ര വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 1.5 ലക്ഷത്തിൻ്റെ വോട്ടിന് ജയിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു 2 ലക്ഷത്തിന് മാക്സിമം വന്നിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തും ജയിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറത്ത് 3 ലക്ഷത്തിലധികം വോട്ടും അതുപോലെ തന്നെ തൊട്ടടുത്ത് പൊന്നാനിയിൽ 2.5 ലക്ഷത്തോളം വോട്ട് പിടിച്ചത് സത്യത്തിൽ മുസ്ലിം ലീഗിനെ തന്നെ ഞെട്ടിച്ചു. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് പിടിച്ചേക്കണ വോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നാണ് ഈ മലപ്പുറത്ത് പിടിച്ചേക്കണ വോട്ടെന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ അത് കേട്ടിട്ട് ET മുഹമ്മദ് ബഷീർ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ അങ്ങനെ ഞെട്ടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഹൈബി ഈഡനാണ്. ഹൈബി ഈഡൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും മുക്തനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മുസ്ലിം ലീഗിൽ ഇത്രയും വോട്ട് മേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ കോഴിക്കോട് ചെന്ന് പ്രസംഗിച്ചേക്കുന്ന ഒരു കാര്യം അദ്ദേഹം മാത്രമാണ് കേട്ടോ. മറ്റ് പാർട്ടികളെക്കുറിച്ച് ഇത്രത്തോളം വ്യാകുല ചിത്തനായിട്ടുള്ള ഒരാൾ അദ്ദേഹം മാത്രമാണ്. അത് ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ പാർട്ടിക്കാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുഖം ആകെ വികൃതമായിരിക്കുന്നു എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖം വികൃതമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗും SDP-യും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടി ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളുമായി ഒത്തുചേർന്നുകൊണ്ടാണ് അവർ ഈ വിജയം കരസ്ഥമാക്കിയത് എന്നും സത്യത്തിൽ അത് ഇപ്പം നമുക്കറിയാലോ, SDP-A എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ സംഘടനയാണ് SDP എന്ന് പറയുന്നത്. അവർ UDF-ന് നിരുപാധികം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് UDF വേണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു 24 മണിക്കൂറൊക്കെ കഴിച്ചിട്ടാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും ഒരു പിന്തുണ കൊടുത്തായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഈ സംഘടനകളുടെയൊക്കെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ അങ്ങനെ അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായതെന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ജയിക്കില്ലായിരുന്നു എന്നാണോ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്നെനിക്ക് പറയില്ല. എന്താണെങ്കിലും ഇത്തരത്തിലുള്ളൊരു വിമർശനമാണ് അദ്ദേഹം തൊടുത്തുവിട്ടിട്ടുള്ളത്. ഈ വിമർശനത്തിൽ ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനൊന്നും സന്തോഷിപ്പിക്കാനാണെന്നാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം പ്രീണനമുണ്ട് ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി. അപ്പം അങ്ങനെ മുസ്ലിം പ്രീണനം നടത്തിയതിന് അദ്ദേഹം വളരെ അതുകൊണ്ടാണ് ഈഴവ വോട്ട് ബാങ്കുകൾ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിപ്പോയതെന്നും എനിക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാനവിടെ ചെയ്തു എന്നുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് CPM രക്ഷപ്പെടാത്തതിന് എന്നെ എന്ത് കുറ്റം പറയാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അപകടം ഉണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഈ പിണറായി വിജയൻ സത്യത്തിൽ ഇവിടെ BJPയെ ജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കോൺഗ്രസ് ഇല്ലാതാക്കിക്കൊണ്ട് ഇനി CPM ഇല്ലാതാക്കിക്കൊണ്ടോ പോലും പിണറായി വിജയൻ BJP വളരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ വളരട്ടെ എന്ന് വിചാരിച്ചതിൻ്റെ ഒരു ഡീൽ നിങ്ങൾക്കറിയാം. ദല്ലാൽ നന്ദകുമാറും EP ജയരാജനുമായി സംസാരിച്ച് ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് തൃശ്ശൂരിൽ ജയിപ്പിച്ച് തന്നാൽ
ലാവ്ലിൻ കേസ് കൺസീഡ് ചെയ്യാം, അത് പിൻവലിക്കാം, കൂടാതെ വീണ വിജയനെതിരെയുള്ള കേസുകളൊക്കെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്ന് ദല്ലാൽ നന്ദകുമാർ തന്നെ പുറത്തു പറഞ്ഞത്. അതിന് പ്രതിഫലമായി കൂടാതെ 2026 ഭരണത്തിലേറ്റാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ സ്വന്തം ഘടകകക്ഷിയൊന്നും അല്ലെങ്കിലും BJP ഇനി ഒരു ശക്തിപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം സത്യത്തിൽ ഇപ്പോൾ ചെയ്തേക്കണ പണി എന്താണ് ഈ ആരോപണം കൊണ്ട് എന്ന് വെച്ചാൽ ഈ മുസ്ലിം വർഗീയ ശക്തികളുമായി, മുസ്ലിം തീവ്ര നിലപാടുള്ള പാർട്ടികളുമായി, അതായത് SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള, വെൽഫെയർ പാർട്ടി പോലെയുള്ള സഖ്യങ്ങളുമായി UDF യോജിച്ച് നിൽക്കുന്നു എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ കുഴപ്പം എന്താണ്? അതിൻ്റെ കുഴപ്പം സത്യത്തിൽ ഇപ്പം തന്നെ കമ്മ്യൂണലി ഒന്ന് പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ ഒന്നുകൂടി അത് ധ്രുവീകരിക്കാൻ സഹായിക്കുകയും CPM-ൽ നിന്ന് അകന്നു പോയ ഹിന്ദു ഈഴവ വോട്ട് ബാങ്കുകളിൽ കുറച്ചെങ്കിലും ശതമാനം അത് കോഴിക്കോട് മലബാർ മേഖലയിലൊക്കെ തന്നെ അത് തീർച്ചയായിട്ടും കൂടുതലായി പോയിട്ടുണ്ടാവുക കോൺഗ്രസ്സിലേക്കാണ്. പക്ഷെ അങ്ങനെ കോൺഗ്രസ്സിലേക്ക് പോയ വോട്ട് ബാങ്കുകളെ പോലും ഞങ്ങൾ മാത്രമല്ല പ്രീണിപ്പിക്കുന്നത്, പകരം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഇത്തരം തീവ്ര നിലപാടുകാരുമായി അടുപ്പത്തിലാണെന്നും ചങ്ങാത്തത്തിലാണെന്നും സ്ഥാപിക്കുന്നത് വഴി സത്യത്തിൽ ആ വോട്ട് ബാങ്കുകൾ കൂടി അടുത്ത സമയങ്ങളിൽ ഇനി CPM-ന് ചെയ്യാതെ അവിടെ നിന്ന് അകന്നു പോയിട്ടുള്ള ഈഴ വോട്ട് ബാങ്കും, അതുപോലെ നായർ വോട്ട് ബാങ്കും, മറ്റ് OBC വിഭാഗത്തിലുള്ള വോട്ട് ബാങ്കും, SC/ST വിഭാഗത്തിലുള്ള വോട്ട് ബാങ്കും എല്ലാം തന്നെ കോൺഗ്രസ്സിലേക്ക് പോയിട്ടുള്ള വോട്ട് ബാങ്കുകൾ കൂടി തിരിച്ചു വരികയും അത് തന്നെ BJP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പിണറായി വിജയൻ ഈ പ്രസ്താവനയിലൂടെ ചെയ്തേക്കുന്നത് തീക്കൊള്ളി കൊണ്ടൊരു തലചുറയിലാണ്. കേരളത്തിൽ അത് ഭാവിയിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താൽക്കാലികമായി അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ വരുമ്പോൾ അത് കോൺഗ്രസ്സിനെ കൂടി ഇപ്പം ഇതിലുള്ള മുസ്ലിം മതവിഭാഗത്തോട് തന്നെ ഒരു അകൽച്ചയിലെത്തി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം, ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗം പോലും, അതുപോലെ ഹിന്ദു സമുദായത്തിലെ വിഭാഗങ്ങളുമെല്ലാം CPM-ന് വോട്ട് ചെയ്യാത്തവർ ഇനി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കൂടി കൈയൊഴിയുകയും തീർച്ചയായിട്ടും UDF എന്ന് പറയുന്ന മൊത്തം പ്രസ്ഥാനത്തെ തന്നെ കൈയൊഴിയുകയും അതുവഴി തീർച്ചയായും BJP-ക്ക് വോട്ട് കൂടാനുമാണ് സഹായിക്കുക. അതുകൊണ്ട് ഈ സ്ട്രാറ്റജി, ഈ തന്ത്രമെന്ന് പറയുന്നത് CPM-ലേക്ക് വോട്ട് തിരിച്ചു കൊണ്ടുവരാനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തന്ത്രം ഇനി പിണറായി വിജയൻ എന്ത് വിചാരിച്ചാലും അദ്ദേഹം ബുദ്ധിയില്ലാതെ ഈ പണി ചെയ്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് 2004 തന്നെ PM ഇസ്മായിലിനെ മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് PC തോമസിന് ജയിക്കാൻ ഇവർ ഒരു ഡീൽ ഒരുക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും വേണമെങ്കിൽ ഇപ്പോൾ BJP ഇവിടെ വളർത്തി തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ CPM നയിക്കുന്നതിനേക്കാൾ വലിയ ഡീലുകൾ കൊടുക്കാൻ തീർച്ചയായിട്ടും തയ്യാറാകുന്നൊരു പ്രസ്ഥാനമാണ് BJP. ലോകത്തിലേക്ക് പറ്റുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരുടെ കയ്യിലുള്ള അത്രയും പണം ഇന്ത്യയിൽ മറ്റാരുടെയും കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ ലാഭകരമായ ഒരു ബിസിനസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട്, ഈ പ്രസ്താവന കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശന് ഒരു മറുപടിയും പറയാൻ കൃത്യമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ, മാന്യമായി വിയോജിപ്പ് രേഖപ്പെടുത്താൻ പോലും CPM തയ്യാറായിട്ടില്ല. കാരണം അങ്ങനെ തയ്യാറായാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അതിനിടയിൽ ഇത്തരത്തിൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ പ്രസ്താവന നടത്തുന്നത് കൊണ്ട് ആത്യന്തികമായി അത് കേരളത്തിൽ BJP വളർത്തുന്നതിന് മാത്രമേ സഹായിക്കൂ.